വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം അതായത് 27 ജൂൺ 2025 കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ചിത്രീകരിച്ചിട്ടുള്ള ഒരു ന്യൂസാണിത്. അതായത് 3 അതിഥി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഇരുനില വീടിൻ്റെ ചിത്രം. കാലപ്പഴക്കമാണ് ഈ ഒരു വീട് തകർന്നു വീഴാനുണ്ടായ കാരണമെന്നാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫൗണ്ടേഷൻ തകർന്നതാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ മതിൽ തകർന്നതാവാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന്. നമ്മൾ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഇതുപോലുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിനകത്താണ്. അപ്പോൾ നാളെ നമ്മൾക്കും ഇതുപോലൊരു അവസ്ഥ വരില്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് പില്ലറിലും ബീമിലും റൂഫിലും RCC ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത അതേ ഒരു മെത്തേഡ് നമ്മൾ മതിലിനും ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു തകർച്ച ഒരു പരിധി വരെ തടയാമായിരുന്നില്ലേ? ഇങ്ങനെ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് മോണോലിത്തിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് പല പ്രമുഖ ബിൽഡർമാരും ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് കൂടുതലും കണ്ടുവരുന്നത് വളരെ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾക്കാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. ആ പ്രീകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്ന് ഈ കോൺക്രീറ്റിൻ്റെ പാനലുകൾ അതല്ലെങ്കിൽ മതിലുകൾ, പില്ലറ്, ബീം അതെല്ലാം തന്നെ നിർമ്മിച്ചു കൊണ്ടുവന്ന് വേറൊരു വർക്ക് സൈറ്റിൽ അത് അസംബ്ലി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഷട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്താൽ വലിയൊരു ബിൽഡിങ് അവിടെ നിന്ന് തന്നെ പണി തീർത്ത് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയും വലിയ ബിൽഡേഴ്സ് അവലംബിക്കുന്നുണ്ട്. പക്ഷേ ചിലവ് കുറച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് 1-2 നിലകൾ മാത്രം വരുന്ന ചെറിയ വീട് നിർമ്മിക്കാൻ നേരത്ത് ഈ പറഞ്ഞ വോൾ ഏരിയ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6 ഇഞ്ച് കനത്തിൽ ഷട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ കോൺക്രീറ്റ് ഒഴിച്ച് സെറ്റാക്കി വേണം നമ്മളത് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു 6 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വരുമ്പോൾ അനാവശ്യമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് കൂടുകയും ചിലവ് വളരെയധികം കൂടുകയും ചെയ്യും. എന്നാൽ ഇതൊരു ഷോർട്ട്ക്രീറ്റ് മെത്തേഡ് വഴി കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ സ്ട്രെങ്ത് കൂടിയ രീതിയിൽ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുപോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഇന്ന് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. കാരണം ഞാൻ ആ ഒരു ടെക്നോളജിയിൽ വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ്. ഇങ്ങനെ മതിലടക്കം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് EPS പാനലുകൾ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. ഇതിൽ ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീട് കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഇതൊരു ഒറ്റൊരു യൂണിറ്റ് ആയിട്ടാണ് നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു അഡ്വാൻറ്റേജ് അല്ല, ഇതിൻ്റെ പുറകെ നിറയെ അഡ്വാൻറ്റേജുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. താല്പര്യമുള്ളവർ ഞാൻ ഈ തന്നിരിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.